വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നാളെ മുതൽ ആരംഭിക്കും. അതായത് മാർച്ച് 4-ാം തീയതി മുതൽ ഈ വർഷത്തെ SSLC പരീക്ഷ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് ആവശ്യമുള്ളത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ജയിക്കാനായിട്ടുള്ള മിനിമം മാർക്ക് മാത്രം നോക്കിയിട്ട് പരീക്ഷ എഴുതരുത്. അപ്പോൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എത്രത്തോളം വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ അത്രയും മാർക്ക് വിദ്യാർത്ഥികൾ വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരിക്കും 40-ൽ 2 മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾ ഈ ഒരു SSLC പരീക്ഷ പാസ്സാകുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് D+ ഗ്രേഡ് ലഭിച്ചാലാണ്, അതായത് ഈ ഒരു ഗ്രേഡോ ഇതിന് മുകളിലോ നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു SSLC പരീക്ഷ പാസ്സാവുള്ളൂ. ഇതിൽ കുറവായിട്ടുള്ള DEO അല്ലെങ്കിൽ EO കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റും അതുപോലെ തന്നെ SSLC പരീക്ഷയിലും പരാജയപ്പെട്ടു, അതായത് ഫെയിൽഡായി എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ആകെ മാർക്കിൻ്റെ 30 മുതൽ 39% വരെ ഇത് ഈ ഒരു 30-നോ അല്ലെങ്കിൽ 39%-നും ഇടയിൽ മാർക്ക് ലഭിച്ചാലാണ് നിങ്ങൾ SSLC പരീക്ഷ പാസ്സാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽഡ് ആവുന്നതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ എത്ര മാർക്കാണ് ജയിക്കാനായിട്ട് നേടേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ, അതായത് 100 മാർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ 80 മാർക്കിൻ്റെ തിയറി, അതായത് നിങ്ങൾ എഴുതിയിട്ട് ലഭിക്കുന്ന മാർക്കും അതുപോലെ തന്നെ പിന്നീട് ഇതിനോടൊപ്പം 20 മാർക്ക് CE മാർക്കുണ്ട്. മലയാളമൊക്കെ ആണെങ്കിൽ ഇതേ രീതിയിലാണ് അതിൻ്റെ ആ ഒരു മാർക്കിൻ്റെ റേഞ്ച് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 50 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്. 50-ൽ നിങ്ങൾക്ക് 40 മാർക്ക് എഴുത്തു പരീക്ഷ, ബയോളജി അതായത് ജീവശാസ്ത്രം പോലുള്ള സബ്ജക്റ്റുകൾക്ക് 40 മാർക്കാണ് അതിൻ്റെ ആ ഒരു മാർക്ക് വരുന്നത്. 10 മാർക്കാണ് CE മാർക്ക്, ടോട്ടൽ 50 മാർക്ക്. അപ്പോൾ ഈ ഒരു 100 അല്ലെങ്കിൽ 50-ൻ്റെ ഈ ഒരു മാർക്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 30% അല്ലെങ്കിൽ 39% വരെ നിങ്ങൾ മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം. അതായത് നമുക്ക് നോക്കാം. അപ്പോൾ 100-ൻ്റെ 30% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 30 മാർക്കാണ്. അപ്പോൾ 30 മാർക്കിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് ഈ ഒരു അതായത് ജയിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ 100-ൽ നിങ്ങൾക്കറിയാം 80 മാർക്കാണ് ഈ ഒരു അതായത് ആ ഒരു എഴുത്ത് പരീക്ഷ വരുന്ന മാർക്ക്, 20 മാർക്ക് CE മാർക്കാണ്. അപ്പോൾ 100-ൽ നിങ്ങൾ 30 മുതൽ 39 മാർക്ക് വരെ വാങ്ങിച്ചാലാണ് നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് സാധിക്കുക. അതായത് 30-ഓ അല്ലെങ്കിൽ 39-നോ ഇടയിലായിട്ട് നിങ്ങളൊരു മാർക്ക് വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 20 മാർക്ക് CE മാർക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ 80-ൽ വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 10 മാർക്കോ അല്ലെങ്കിൽ 15 മാർക്കോ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് 10 മാർക്കിൽ കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങിച്ചാൽ, അതായത് 100 മാർക്കിൻ്റെ മലയാളം പോലുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് അതായത് 80 മാർക്കാണ് എഴുത്ത് പരീക്ഷയിൽ വരിക, അതിൽ നിങ്ങൾ 10 മാർക്കെങ്കിലും എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് 20 മാർക്ക് CE ഫുള്ള് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവുന്നതാണ്. അപ്പോൾ ഈ ഒരു CE മാർക്ക് ചില വിദ്യാർത്ഥികൾക്ക് 18ആണ് ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 12 മാർക്ക് വാങ്ങിക്കേണ്ടതുണ്ട്. അപ്പോൾ 18-ഉം 12-ഉം നിങ്ങൾക്കറിയാം 30 മാർക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എത്ര CE ലഭിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് മാർക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 10 മാർക്ക് ലഭിച്ചാൽ നിങ്ങൾ CE മാർക്ക് 20 ഫുൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു 30 മാർക്ക് ലഭിച്ച് പാസ്സാവും. അപ്പോൾ ഇതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് D+ ഗ്രേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മലയാളം സബ്ജക്റ്റ്, നാളെയാണ് പരീക്ഷ തുടങ്ങുന്നത്, മലയാളമാണ് ഫസ്റ്റ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് 50 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ് എങ്കിൽ 50 മാർക്കിൽ 40 മാർക്ക് എഴുത്തു പരീക്ഷയും 10 മാർക്ക് CE മാർക്കാണ് വരിക. ഈ ഒരു 50%-ൻ്റെ അതായത് 50 മാർക്കിൻ്റെ 30% എന്ന് പറയുന്നത് 15 മാർക്കാണ്. 15 മുതൽ 20 മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാലാണ് D+ ഗ്രേഡ് കിട്ടുക. അതായത് 10 മാർക്ക് CE ഫുള്ള് നിങ്ങൾക്ക് സാധാരണഗതിയിൽ എല്ലാ ടീച്ചേഴ്സും നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു 5 മാർക്കെങ്കിലും നിങ്ങൾ വായിക്കുക. അതായത് 5 മാർക്ക് വാങ്ങണം എന്നല്ല പറയുന്നത്, നിങ്ങൾ ഒരു വായിക്കുന്നുണ്ടെങ്കിൽ ഒരു 40 മാർക്ക് വായിക്കുന്നതിനായിട്ട്, അതായത് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങളൊരു 30 അല്ലെങ്കിൽ 35 മാർക്ക് വായിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക്
ആ ഒരു ഗ്രേഡ് നോക്കുന്ന സമയത്ത് നല്ലൊരു ഗ്രേഡ് ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് വാങ്ങിക്കുന്നുവോ അതനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾക്ക് +1 പ്രവേശനത്തിന് നിങ്ങൾക്കിഷ്ടപ്പെട്ട കോഴ്സും അതുപോലെ സ്കൂളും ലഭിക്കുക. മുൻ വർഷങ്ങളിൽ പല വിദ്യാർത്ഥികളും ഈ ഒരു SSLC പരീക്ഷയിൽ മാർക്ക് കുറവാണെങ്കിലും അവർ പറയുന്നത് അവർക്ക് സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഈ ഒരു കോഴ്സ് വേണം എന്നുള്ളതാണ്. പക്ഷെങ്കിൽ മാർക്ക് കുറയുന്ന സാഹചര്യത്തിൽ ഓരോ സ്കൂളിലെയും കോഴ്സിൻ്റെ ആ ഒരു അപേക്ഷകരുടെ എണ്ണം അനുസരിച്ച് ആ ഒരു സ്കൂളിൽ കിട്ടാനുള്ള സാധ്യതയെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ ആ ഒരു മാർക്ക് വാങ്ങിച്ച് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ മിനിമം മാർക്കായിട്ടുള്ള, അതായത് ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ആകെ വേണ്ട 5 അല്ലെങ്കിൽ 10 മാർക്ക്, അതായത് ഈ ഒരു 50 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 5, 100 മാർക്കിൻ്റെതിൽ 10 മാർക്കും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സാവും എന്ന് കരുതി ആ ഒരു കുറഞ്ഞ മാർക്ക് മാത്രം വായിക്കുന്നത് ചെയ്യാതെ ഇതിൽ കൂടുതൽ മാർക്ക്, അതായത് നിങ്ങൾ 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഒരു 30 35 മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ്, മലയാളം പോലുള്ള സബ്ജക്റ്റുകളിൽ നിങ്ങളൊരു 60-70 മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ എക്സാമിനേഷൻ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം ടേബിൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ഓരോ എക്സാമിനേഷനും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.